ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കേണ്ടത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ചക്ക കിട്ടി, നല്ലോണം മൂത്തൊരു ചക്ക. അത് കിട്ടിയപ്പോൾ ആദ്യം കറി വെച്ചു, പിന്നെ അത് പഴുത്തപ്പോൾ അത് ചക്ക വരട്ടാന്ന് പറഞ്ഞു എല്ലാവരും. അങ്ങനെ ചക്ക വരട്ടാന്ന് തീരുമാനിച്ചു. ചക്ക ചുള പറിച്ച് നുറുക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കലും മീതി പണിയൊക്കെ ചെയ്യലും. ഇപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അത് ക്ഷമിക്കുമല്ലോ. അങ്ങനെ അത് ആദ്യം കുക്കറിൽ വെച്ചപ്പോൾ അടി പിടിക്കും. വെള്ളം ഒഴിക്കാണ്ടാണോ എന്നറിയില്ല, അടി പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ അത് ഞാൻ വേറൊരു നോൺ സ്റ്റിക്കിൽ വെച്ചപ്പോൾ അത് ഫുള്ളായി തോന്നി. അപ്പോൾ അത് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ വെച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഗ്യാസ് സിമ്മിലിട്ടു. എന്നിട്ട് നല്ലപോലെ ഇളക്കാൻ തുടങ്ങി. അപ്പം കുറേ നേരം ഇളക്കണം, 2 മണിക്കൂറിലധികമൊക്കെ വന്നിട്ട് ചക്ക വരട്ടി റെഡിയാവാൻ. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഒരു വെന്ത് വെള്ളം വറ്റുന്നവരെ. വെള്ളം വറ്റുന്നവരെ ഇടയ്ക്ക് ഇളക്കണ്ടോ. വെള്ളം വറ്റി തുടങ്ങിയാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്കായി കാരണം അടി പിടിക്കും, പക്ഷെ കരിയില്ല. എന്നാലും അത് അടി പിടിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എപ്പോഴും. അപ്പം അങ്ങനെ നല്ല പോലെ ഡ്രൈ ആവും തോറും നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് അധികം ചിലർക്ക് അത്ര പിടിക്കില്ല, എന്നാലും ഇവിടെ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ ശർക്കര ഇട്ടില്ല കേട്ടോ ഇതിൽ. മധുരം എല്ലാവർക്കും ഇവിടെ അത്ര ഇഷ്ടമല്ല. നല്ല മധുരമുള്ള ചക്കയാണ്. ചിലർക്ക് നല്ല മധുരം വേണമല്ലോ അങ്ങനത്തേലൊക്കെ. ഇവിടെ പിന്നെ അത്രയ്ക്ക് വേണ്ട, അത് തന്നെ ഉപയോഗിച്ചിട്ടില്ല. ശർക്കര ഇല്ലാത്ത കാരണം തോന്നുന്നു യെല്ലോ കളറിൽ നിന്ന് കിട്ടില്ല. എന്നാലും ആവശ്യത്തിന് കളറൊക്കെ മാറി ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ഡ്രൈ ആയപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് നല്ലോണം ഒന്നുകൂടിയൊക്കെ വറ്റിച്ച് നല്ല ഭംഗിയായി. അപ്പോൾ കാണാൻ നല്ല സന്തോഷമായി. നെയ്യും ഇതൊക്കെ ആയപ്പോൾ നല്ല സ്മെല്ല് വന്നു. അങ്ങനെ ചക്ക വരട്ടി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അഭിപ്രായം പറയുമോ ഉണ്ടാക്കി നോക്കിയിട്ട്.